Assalamualaikum. Welcome back to Spicy Galleria. ഇന്നൊരു അടിപൊളി ചൈനീസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു സ്റ്റാർട്ടർ ആയിട്ടോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഹോട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ആണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് റെസിപ്പിയിലേക്ക് പോവാം. ഡ്രാഗൺ ചിക്കൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുത്തുള്ള ചിക്കൻ ബ്രസ്റ്റ് പീസിനെ തിൻ സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ സോയ് സോസ്, ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ കാശ്മീരി ചില്ലി പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫൈനലി ഞാൻ ഇതിലേക്ക് ഒരു എഗ് വൈറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ബാറ്റർ ആക്കി എടുക്കണം. ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ഭയങ്കര തിക്കായിട്ടൊന്നും കോട്ട് ചെയ്തെടുക്കുന്നില്ല. അങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലവറും യൂസ് ചെയ്യണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു സ്മൂത്ത് ബാറ്റർ പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ പീസസിനെ ഈ ബാറ്ററുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇവിടെ 1/2 അവർ കഴിഞ്ഞിട്ടുണ്ട്. 1/2 അവറിന് ശേഷം ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ടൊരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ നമ്മൾ ഡീപ്പ് ഫ്രൈ ആക്കുന്നില്ല, ഷാലോ ഫ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ. ഓയിൽ ചൂടായതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ സ്ട്രിപ്സും ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ കംപ്ലീറ്റ് ചിക്കനും ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്കൊരു സോസ് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഡ്രാഗൺ ചിക്കനിലേക്ക് നമുക്ക് മെയിനായിട്ടും 3 സോസസ് ആവശ്യമുണ്ട്. 4 to 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് വേണം. അതിൻ്റെ നേരെ പകുതിയായിട്ട് നമുക്ക് റെഡ് ചില്ലി സോസ് വേണം. അപ്പോൾ 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ റെഡ് ചില്ലി സോസ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സോയ് സോസ് ആണ്. 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ 3 സോസും കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ടൊമാറ്റോ സോസിലേക്ക് ഞാൻ റെഡ് ചില്ലി സോസും അതുപോലെ സോയ് സോസും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഒന്നിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ സോസ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഞാനിവിടെ ഒരു സോസ് പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിവിടെ ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ചൂടായി വന്നിട്ടുള്ള ഓയിലിലേക്ക് ഞാൻ ഒരു 5 കാഷ്യൂ നട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കാഷ്യൂ നട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ബ്രൗൺ കളർ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ഓയിലിൽ നിന്ന് മാറ്റാവുന്നതാണ്. നെക്സ്റ്റ് ഇനി ഇതേ ഓയിലിലേക്ക് ഞാൻ ഒരു 1/2 അണിയൻ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സോഫ്റ്റ് ആവുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക് കുറച്ച് അധികം തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറുമാണ്. അത് പ്രിഫർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗാർലിക് ബ്രൗൺ കളറായി തുടങ്ങുന്നുണ്ട്. കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ ഇനി ഫ്രൈ ആയി പോവും. ഗാർലിക്കിൻ്റെ റോ സ്മെല്ലെല്ലാം പോയിട്ട്
ഒരു ഗോൾഡൻ കളറായി തുടങ്ങുന്നത് വരെയാണ് നമ്മൾ സോട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ സ്റ്റേജിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സോസസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് റെഡ് ചില്ലി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും സ്പൈസ് ലെവലിനനുസരിച്ചിട്ട് നിങ്ങൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം എരിവും പിന്നെ ഈ ആഡ് ചെയ്തിട്ടുള്ള സോസിന്റെ സ്വീറ്റ്നെസ്സും കൂടെ കൂടിയിട്ടുള്ളതാണ് ഡ്രാഗൺ ചിക്കന്. എരിവ് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴാണ് ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള സോസിലെല്ലാം സോൾട്ട് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ കൂടി പോവാണ്ടിരിക്കാനായിട്ട് നമുക്ക് ലാസ്റ്റിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ സ്റ്റൈലിലാണ് ഡ്രാഗൺ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ള സോസ് തിക്ക് കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസിനെ ഈ സോസുമായിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ബെൽ പെപ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ആക്കി എടുക്കുകയാണ്. ഫൈനലി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂ നട്ടും ഒരു 1/2 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതോടുകൂടെ നമ്മുടെ ടേസ്റ്റി ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡിയായി. ഈ ഡ്രാഗൺ ചിക്കൻ കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കിതൊരു സ്റ്റാർട്ടറായിട്ടും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷ് ആയിട്ടും സെർവ് ചെയ്യാം. ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിട്ട് പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് ഡ്രാഗൺ ചിക്കൻ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സും അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.